പഴയ ജനറേഷനിലുള്ള കുട്ടികളും ഇപ്പോഴത്തെ കുട്ടികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർ വളരുന്ന രീതി, അവർ വളർത്തിയ രീതി. പക്ഷെ ഒന്നിനെയും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടോ വേഴ്സ് ആയിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. പക്ഷെ അവർ മിസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരെല്ലാം എക്സ്പ്രസ് ചെയ്യാനും അവരുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും അവരുടെ അന്നന്നത്തെ റുട്ടീൻസ് ഒക്കെ നിങ്ങളോട് വന്ന് പറയുന്ന രീതിയിലായിരിക്കണം നിങ്ങളും അവരും തമ്മിലുള്ള കണക്ഷൻ. അവരുടെ എല്ലാ ഫീലിങ്സും അവരെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കാം. ഓരോ ഫീലിങ്സും എങ്ങനെ മാനേജ് ചെയ്യണം, ദേഷ്യം വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യണം, വിഷമം വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യണം, ഇതൊക്കെ അവർക്കൊരു ചെറിയ ട്രെയിനിങ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം. മൂന്നാമത്തെ കാര്യം, അവരെ നന്നായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഹോബീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അങ്ങനെ അവരെ നന്നായിട്ട് എൻഗേജ് ചെയ്യാം. അവരുമായിട്ട് എത്രയും നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആവാം. അതേസമയം നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അതുപോലെ അവരെയും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. അതായത് നമ്മൾ എത്രമാത്രം അവർ ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അവർക്ക് കൊടുക്കണം. ചില കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളോ സ്ട്രെസ്സോ ആങ്സൈറ്റിയോ അവർ അനുഭവിക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ട്, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അവരെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആറാമത്തെ കാര്യം. കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും.